ആർലം ഫാമിലെ കെട്ടിടങ്ങൾ കാലപ്പഴക്കത്താൽ നശിക്കുകയാണ്. ഫാമിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് ഇതുപോലെ സംരക്ഷിക്കാൻ ആളില്ലാതെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക ഫാമിന്റെ സമൃദ്ധകാലത്ത് ടെക്നിക്കൽ ഓഫീസും ക്യാന്റീനും ഫാം ബ്ലോക്ക് ഓഫീസുകളും ഒക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങളാണ് ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളിൽ കാടുകയറി വന്യമൃഗങ്ങളുടെ താവളമായും മാറുന്നുണ്ട്. രാജവെമ്പാല പോലുള്ള ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളെ ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. പൊതുമുതൽ ഇതുപോലെ നശിക്കുന്നത് കാണുമ്പോൾ അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. പഴയ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഫാമിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഉപകരിക്കുമായിരുന്നു. വാടകയ്ക്ക് നൽകിയാലും ഫാമിന് വരുമാനം ഉണ്ടാക്കാമായിരുന്നു. അധികാരികളുടെ അശ്രദ്ധ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഫാമിനുണ്ടാക്കി വയ്ക്കുന്നത്. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇനിയും നിലംപൊത്താറായ നിലയിൽ കാർഷിക ഫാമിനകത്തും പുനരധിവാസ മേഖലയിലുമുണ്ട്. അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് സാമൂഹ്യ വിരുദ്ധരുടെ ഉൾപ്പെടെ താവളമാകുന്ന ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ച ആർലം കാർഷിക ഫാമിലെ കാഴ്ചകളാണ്. ഇങ്ങനെ നിരവധിയായ പഴയ കെട്ടിടങ്ങൾ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് ആർലം ഫാമിലെ ടെക്നിക്കൽ സെക്ഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടിടമാണ്. ഇത് പൂർണ്ണമായും ഇതിന് തൊട്ടപ്പുറത്തായി ക്യാന്റീൻ പ്രവർത്തിച്ച കെട്ടിടവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതിന്റെ തെളിവാണ് പാമ്പും പഴുതാരയും അതോടൊപ്പം തന്നെ വലിയ വന്യമൃഗങ്ങൾ, പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ കെട്ടിടത്തിനകത്ത് കയറിക്കൂടുന്ന ഒരവസ്ഥയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്.